Welcome to my YouTube channel. This is Scientific Secret and today's video is about camels and it is very interesting. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഡെസേർട്ടിലുള്ള ക്യാമൽസിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അവരൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്രിയേച്ചേഴ്സ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു എർത്തിൻ്റെ വേറൊരു പ്ലേസിലും നമുക്ക് ഈ ക്യാമൽസിനെ കാണാൻ പറ്റില്ല. അത് വെറും ഡെസേർട്ടിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ആനിമൽസ് തന്നെയാണ് ഈ ക്യാമൽസ്. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? അവർക്ക് കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും. പണ്ട് കാലത്തായിരുന്നു വെച്ചാൽ അവിടെയുള്ള ആളുകൾ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നത് ഈ ക്യാമൽസിനെയായിരുന്നു. അപ്പോൾ അവിടെ വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളൊരു സ്ഥലമല്ലേ ഈ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വെള്ളം കിട്ടുകയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ബോഡി അതുമായിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമാണ് ട്രാവലിംഗ് ഈസി ആയിട്ട് നടക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഒരുപാട് ദിവസം വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ക്യാമൽസിനെ ട്രാവലിങ്ങിന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ക്യാമൽസിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ദാറ്റ് ഈസ്, ഡു ക്യാമൽ സ്റ്റോർ വാട്ടർ ഇൻ ദെയർ ഹംസ്. അവരുടെ ഹമ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കൂന് പോലെ ഉണ്ടാവും, ഉയർന്നിരിക്കുന്ന ക്യാമൽസിൻ്റെ പുറത്തിരിക്കുന്ന ഈ കൂന് പോലുള്ള ഭാഗത്തിന് ഹമ്പ് എന്ന് പറയും, നമുക്കൊക്കെ അറിയുന്നതാണ്. അവിടെ ആയിരിക്കുമോ ഈ ക്യാമൽസ് അവർ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു പുതിയ അറിവ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ്, ക്യാമൽസ് ബോഡി ഈസ് സ്യൂട്ടബിൾ ഫോർ ലൈഫ് ഇൻ ദ ഡെസേർട്ട് from padded feet to the hump and is usually used for transport, hence they are known as the ship of desert. അപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ എന്താ പറയുക, മോഡിഫിക്കേഷനൊക്കെ വന്നു, അവിടെ കുറേ അഡ്വാൻസ് ആയിട്ടുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ അവരൊക്കെയും അവരുടെ ട്രാൻസ്പോർട്ടേഷന്, അതായത് എന്തെങ്കിലും സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിലും ആളുകൾക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലും ഈ ക്യാമൽസിനെയായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അവയ്ക്ക് അതിന് പറ്റിയ ഒരുപാട് മോഡിഫിക്കേഷൻസ് അവരുടെ ശരീരത്തിലുണ്ട്. അതായത് അവരുടെ ബ്രോഡായിട്ട് നല്ല വീതി കൂടിയ പാഡഡ് ഫീറ്റ് ആയിരിക്കും. അതെന്താ വെച്ചാൽ ഈ ഡെസേർട്ടിലുള്ള പൂഴിയിൽ അവരുടെ കാല് സിങ്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാഡഡ് ഫീറ്റാണ്. ഇത് ഈ ഫിഗറിൽ കാണുന്നില്ല. അങ്ങനെ പാഡഡ് ഫീറ്റ് ആയിരിക്കും. അതേപോലെ അവർക്കൊരു ഹമ്പ് ഉണ്ടായിരിക്കും. അതേപോലെ അവരുടെ ഐലാഷസ് ഉണ്ടല്ലോ, അതായത് കൺപീലികൾ, അത് വളരെ ലോങ് ആയിരിക്കും. അതെന്താ വെച്ചാൽ അവർ കണ്ണടയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ തന്നെ അതിങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാൻഡ് സ്റ്റോം ഉണ്ടാവും, അതായത് മണൽക്കാറ്റ് വരുമ്പോൾ അവരുടെ കണ്ണിൽ പൊടി കയറാതിരിക്കാൻ അവരുടെ കണ്ണിൻ്റെ ഐലാഷസൊക്കെ വളരെ ലോങ് ആയിരിക്കും. അതേപോലെ 3 ലെയർ ഐലിഡ്സ് ഉണ്ട്. അവരുടെ നോസ്ട്രിൽസ് ആണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അതേപോലെ തിക്ക് സ്കിന്നായിരിക്കും. ഫാറ്റ് ഡെപ്പോസിഷൻ സ്കിന്നിൻ്റെ അടിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ജീവിയാണ് നമ്മളെ ക്യാമൽസ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യൽ നെയിമാണ് ദാറ്റ് ഈസ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന്. അപ്പോൾ നിങ്ങൾ ആർക്കായാലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ആൻസർ ചെയ്യുമ്പോൾ ക്യാമലിന് എഴുതണം. അപ്പോൾ ക്യാമൽസിൻ്റെ ആ പെക്യുലർ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. That is, the idea of the hump as a reservoir of water is not true. That is, camels do not store water in their humps. Instead, camels use these humps to store energy-rich fat deposits. It does not help in supplying water to the camel. അപ്പോൾ അവരുടെ ഈ ഹമ്പിലല്ല അവരൊരിക്കലും വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്, എക്സസ് വാട്ടർ. അവരൊരു അറ്റ് എ ടൈം കുറേ വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മളെപ്പോലെയല്ല, അവർക്കൊരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഡെസേർട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ അറ്റ് എ ടൈം കുറേ വാട്ടർ ഡ്രിങ്ക് ചെയ്യും. അത് അവരുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതൊരിക്കലും ഹമ്പിലല്ല അവർ സ്റ്റോർ ചെയ്യുന്നത്. ഹമ്പ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റാണ്. എക്സസ് ആയിട്ട് ഫുഡിൽ വരുന്ന ഫാറ്റാണ് ഈ ഹമ്പിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? സോ വേർ ഡു ക്യാമൽ സ്റ്റോർ വാട്ടർ? ദാറ്റ് ഈസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. അവരുടെ ബ്ലഡ് സ്ട്രീമിൽ തന്നെയാണ്, അതായത് ബ്ലഡ് ഇറ്റ്സെൽഫാണ് അവരുടെ വാട്ടർ സ്റ്റോറിങ് ടാങ്ക്. അപ്പം നോക്കാം നമുക്ക്. ദാറ്റ് ഈസ്, ആൻ അഡൽട്ട് ക്യാമൽ ക്യാൻ ഡ്രിങ്ക് അപ് ടു 135 liters ഓഫ് വാട്ടർ അറ്റ് വൺ ഗോ. മച്ച് ഓഫ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് ബ്ലഡ് ആൻഡ് ദ ബ്ലഡ് കോർപ്പസ്കിൾസ് സെർവ് ആസ് എ വാട്ടർ ടാങ്ക് ഫ്രം വിച്ച് ദ ക്യാമൽ ക്യാൻ ഡ്രോ വാട്ടർ എവറി ഡേ. അപ്പം നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ 1 ലിറ്റർ ബോട്ടിൽ ഓഫ് വാട്ടർ കുടിക്കാൻ നമുക്കൊരു 3 പ്രാവശ്യം കൊണ്ടൊക്കെയാണ് നമ്മൾ തീർക്കുക. അങ്ങനത്തെ 135 liters ഓഫ് വാട്ടറാണ് ഒരു അഡൽട്ട് ക്യാമൽ അറ്റ് എ ടൈം കുടിച്ച് തീർക്കുന്നത്.
അത് അവർ ഈ എക്സസ് എമൗണ്ട് വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നത് അവരുടെ ബ്ലഡിൽ സ്റ്റോർ ചെയ്യും. അത് തന്നെ എവിടെയാണ്? ബ്ലഡ് കോർപ്പസ്കിൾസ് ആണ് ഇങ്ങനെ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ടാങ്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ബ്ലഡ് കോർപ്പസ്കിൾസ് 2 ടൈപ്പ് ഉണ്ട്. റെഡ് ബ്ലഡ് കോർപ്പസ്കിൾസും ദാറ്റ് ഈസ് RBC, പിന്നെ വൈറ്റ് ബ്ലഡ് കോർപ്പസ്കിൾസ് WBC. അത് ബ്ലഡിലുള്ള ഓരോ കണ്ടൻസ് ആണ്. അത് ഈ റെഡ് ബ്ലഡ് കോർപ്പസ്കിൾസ് ദാറ്റ് ഈസ് RBC എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ ഹെൽപ്പോടുകൂടി ഓക്സിജൻ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മളെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ട്രാൻസ്ഫർ ചെയ്യാനും നമ്മൾ എന്താ പറയുക മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സൈൽ ചെയ്യാൻ നമുക്ക് നിശ്വസിച്ച് കളയാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ RBC. WBC എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വലിയ ആളുകളാണ് ഈ വീഡിയോ കാണണമെങ്കിൽ അത്രയൊന്നും വാസ്റ്റായിട്ട് ചിന്തിക്കേണ്ട, അവരുടെ ബ്ലഡ് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വാട്ടറാണ് അവരുടെ നിത്യേനയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് അവർ ബോഡിയിലേക്ക് റീയൂസ് ചെയ്ത് വരുന്നത്. പിന്നെ നോക്കാം, ദാറ്റ് ഈസ് ഹ്യൂമൻ ക്യാൻ സർവൈവ് ഓൺലി 3 to 5 days വിത്തൗട്ട് എനി വാട്ടർ ഇൻ ടെമ്പറേറ്റ് കണ്ടീഷൻസ്. ബട്ട് എ ബെല്ലി ഫുൾ ഓഫ് വാട്ടർ ക്യാൻ ഹെൽപ്പ് എ ക്യാമൽ ടു ലീവ് ഫോർ 17 days വിത്തൗട്ട് റീഫിൽ. ഈ ടെമ്പറേറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടു കോൾഡും അല്ല ടു ഹോട്ടും അല്ലാത്ത നല്ലൊരു മോഡറേറ്റ് ക്ലൈമറ്റിനെയാണ് നമ്മൾ ടെമ്പറേറ്റ് കണ്ടീഷൻ എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൽ നമ്മൾ മനുഷ്യർക്കാണെങ്കിൽ 3 to 5 days വെള്ളം കുടിക്കാതെ സർവൈവ് ചെയ്യാൻ പറ്റും. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് ഉണ്ടാവും. പക്ഷേ ഒരു ഫുൾ ബെല്ലി, അതായത് ഫുൾ വയറ് നിറയെ വെള്ളം കുടിച്ചൊരു ക്യാമലിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് 17 days പിന്നെ ഒരു ഡ്രിങ്കിങ്ങും ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. പ്രത്യേകത എന്താണ്? ഡ്യൂറിങ് വിൻ്റേഴ്സ് ഇൻ ദ സഹാറ ഡെസേർട്ട് ക്യാമൽസ് ഹാവ് ബീൻ നോൺ ടു സർവൈവ് 6 to 7 months വിത്തൗട്ട് ഡ്രിങ്കിങ്. ഗ്രാൻഡഡ് ക്യാമൽസ് ഗെറ്റ് ലിക്വിഡ് from the plants they eat during the dry spell, but during peak summer, that is 37 degrees Celsius approximately, their non-hydrated stamina drops around 5 days. അപ്പോൾ ഈ സഹാറ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക എർത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് സഹാറ. അത് ആഫ്രിക്കയിലാണ്. ആ ഡെസേർട്ടിലുള്ള ക്യാമൽസിന് വിൻ്റർ സീസൺ ആകുമ്പോൾ അവർക്ക് വിൻ്റർ സീസൺ സ്പെഷ്യലി നോട്ടഡ് ആണ്. വിൻ്റർ സീസൺ ആകുമ്പോൾ അവർക്ക് 6 to 7 months വരെ വെള്ളം കുടിക്കാതെ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതെങ്ങനെയാണ്? അവർ കഴിക്കുന്ന പ്ലാന്റ് പാർട്സിൽ നിന്ന് അവർക്ക് ജ്യൂസ് കിട്ടും. പ്ലാന്റ് ജ്യൂസ്, പ്ലാന്റ് ലീഫിൽ നിന്നായാലും പ്ലാന്റ് സ്റ്റെം ആയാലും അവർ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് അവർക്കുള്ള ഒരു ഫുഡായിട്ട്, അതായത് വാട്ടറായിട്ട് ആക്ട് ചെയ്യും. അല്ലാതെ ഫ്രഷ് വാട്ടർ ഇല്ലാതെ അവർക്ക് 6 to 7 months സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ പീക്ക് സമ്മർ വരുമ്പോൾ, അതായത് 37 degrees Celsiusലേക്ക് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം എന്ത് പറ്റുള്ളൂ? അവരുടെ സ്റ്റാമിന വെള്ളം കുടിക്കാതെ 5 days അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, ടെമ്പറേറ്റ് കണ്ടീഷൻ ആകുമ്പോൾ 17 days പറ്റും, വിൻ്റർ സീസൺ ആകുമ്പോൾ 6 to 7 months പറ്റും, പിന്നെ ഹൈ പീക്ക് ടെമ്പറേച്ചർ വന്നാൽ ഓൺലി 5 days അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോക്കാം, ദാറ്റ് ഈസ് ദ റെഡ് ബ്ലഡ് സെൽസ് ഓഫ് എ ക്യാമൽ ആർ ഫുട്ബോൾ ഷേപ്ഡ് ആൻഡ് ആർ much smaller than that of most mammals, and these cells aid in continued circulation even when the camel is dehydrated and also allow gulping of such vast quantity of water at one go. അപ്പോൾ ഈ ക്യാമൽസിൻ്റെ കേസിലും നമ്മൾ അല്ലാത്ത മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക് എന്നാണ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലുകൂട്ടി വളർത്തുന്ന എല്ലാ ജീവികളെയും മാമൽസ് എന്ന് പറയും. ആ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മളെ ക്യാമൽസും കൂടി. ഈ ക്യാമൽസിൻ്റെ കേസിലുള്ള റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ ഷേപ്പാണ്. അതേ സമയം തന്നെ, അതായത് ഓവൽ ഷേപ്പൊക്കെയാണ് ഏകദേശം, അതേ സമയം തന്നെ അത് വളരെ ചെറിയതും കൂടിയാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതാണ് നമ്മളെ ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ബ്ലഡ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കുറേ വെള്ളം കുടിക്കണമെന്നും, നന്നായി വെള്ളം കുടിച്ചാൽ കിഡ്നിക്ക് വളരെ എന്താ പറയുക സ്ട്രെസ്സ് കുറയും, അതായത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഈസി ആവും എന്ന് പറയാൻ കാരണം ബ്ലഡ് ഡൈല്യൂട്ട് ആവും വെള്ളത്തിൻ്റെ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ക്യാമൽസിൻ്റെ കേസിൽ അവർക്ക് കുറേ സമയത്തേക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ബ്ലഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ അവർ യൂസ് ചെയ്യും ശരീരത്തിലേക്ക്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബ്ലഡിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞാൽ ബ്ലഡ് തിക്കായി മാറും. അങ്ങനെ തിക്കായിട്ടുള്ള കണ്ടീഷനിൽ പോലും ഈ സ്മോൾ സൈസും അതേപോലെ ഫുട്ബോൾ ഷേപ്പുള്ള സൈസും ആയതുകൊണ്ട് RBC ഫ്ലോ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഓക്സിജൻ ഇൻടേക്കും കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈലിങ്ങും വളരെ ഈസി ആയിട്ട് ക്യാമൽസിൻ്റെ കേസിൽ നടക്കും.
കാരണം ഈ സ്മോൾ സൈസ് ഓഫ് RBC ആണ് അതിനെ അവരെ സഹായിക്കുക. അതേസമയം തന്നെ ഇത്രയും ചെറിയ സൈസ് ആയതുകൊണ്ട് എത്ര കൂടുതൽ വെള്ളം അവർ കുടിച്ചാലും ആ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അത് എക്സ്പാൻഡ്, അതായത് ആ ബോൾ ഷേപ്പിനെ ബലൂൺ ഊതി വീർപ്പിക്കുന്ന പോലെ മാക്സിമം എക്സ്പാൻഷനും കൂടി പോസിബിൾ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ വെള്ളം കുടിക്കാനും പറ്റും. പിന്നെയുണ്ട് അവർക്ക് കുറേ ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് their anatomical and physiological features are such that they can survive in extreme conditions. പിന്നെ അവർക്ക് കുറേ ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ എക്സ്ട്രാ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദെയർ യൂറിൻ ആൻഡ് ഫീസസ് കണ്ടെയ്ൻ വെരി ലിറ്റിൽ വാട്ടർ. അവരുടെ എക്സ്ക്രീഷൻ, അതായത് വേസ്റ്റ് ഡിസ്പോസലിൽ അവർ വളരെ ലിറ്റിൽ എമൗണ്ട് വാട്ടർ മാത്രമാണ് അവരുടെ യൂറിന് കൂടിയും ഫീസസ് കൂടിയും അവർക്ക് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുള്ളൂ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ക്യാമൽസ് ഹാവ് ആൻ എഫിഷ്യൻറ്റ് റെസ്പിറേറ്ററി സിസ്റ്റം, ദാറ്റ് ഈസ് ദെയർ നോസ്ട്രിൽസ് trap moisture in their breath before it is exhaled and this moisture is then returned to their body fluids. അപ്പോൾ അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് നമ്മളെ ശ്വസന വ്യവസ്ഥയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അവരുടെ നോസ്ട്രിൽസിൽ മൂക്കിൽ എന്ത് പറ്റും, നമ്മളൊക്കെയാണ് എക്സൈൽ ചെയ്യണ എയറിൽ, അതായത് നമ്മൾ നിശ്വസിക്കുന്ന എയറിൽ മോയ്സ്ചർ, ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. നമ്മളെ ബോഡിയിൽ നിന്നുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനും കൂടി നമ്മൾ എക്സൈൽ ചെയ്യണ എയറിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ എക്സൈലിങ് എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ അവരുടെ നോസ്ട്രിൽസിൽ വെച്ചിട്ട് അവർ ഇൻടേക്ക് ചെയ്യും. അതായത് ട്രാപ്പ് ചെയ്തിട്ട് അവരുടെ ബോഡി തന്നെ എക്സൈൽ ബ്രത്തിൽ നിന്ന് ആ മോയ്സ്ചർ കണ്ടൻറ്റിനെ ഇൻടേക്ക് ചെയ്ത് അവരുടെ ഫ്ലൂയിഡ് സിസ്റ്റത്തിലേക്ക് തിരിച്ച് പാസ് ചെയ്യിക്കും. അതുകൊണ്ട് ഒരു തുള്ളി പോലും ഈർപ്പം അവർക്ക് അങ്ങനെയും നഷ്ടപ്പെടുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്താണ്? തേർഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാമൽസ് ഡു നോട്ട് സെറ്റ്. അവർക്ക് ഒരിക്കലും വിയർക്കില്ല. അതായത് നമ്മളെ ബോഡിയിലൊക്കെ വേസ്റ്റ് റിമൂവലിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ, അതായത് കിഡ്നി ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് യൂറിനിൽ കൂടെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് സ്വെറ്റ്, വിയർപ്പ് കൂടിയും നമ്മളെ ബോഡിയിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാമൽസിൻ്റെ കേസിൽ അങ്ങനെ സ്വെറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയേ ഇല്ല. നെക്സ്റ്റ് നമ്മളെ ഫോർത്ത് ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ എന്താ? ദാറ്റ് ഈസ് വെൻ ദേ നീഡ് വാട്ടർ ദെയർ ബോഡി വിൽ ഫസ്റ്റ് ഗെറ്റ് ഇറ്റ് ഫ്രം ഓൾ ഫ്ലൂയിഡ് പാർട്സ് ബിഫോർ ഗോയിങ് ഫോർ ദ വാട്ടർ റിസർവ്സ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. This allows their blood to continue flow normally even when they are relatively dehydrated. അപ്പോൾ എന്താ വെച്ചാൽ അവർ കുറേ ദിവസത്തേക്ക് അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ബോഡി ആദ്യം തന്നെ വേറെയുള്ള ഫ്ലൂയിഡ് പാർട്സ്, അതായത് ബ്ലഡ് അല്ലാതെ അവരുടെ ബോഡിയിലുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ നിന്നാണ് അവർ വാട്ടർ എടുക്കുക. പിന്നെ ബ്ലഡ് സ്ട്രീമിനെ അവർ അവസാനം മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുവരെ ബാക്കി ഫ്ലൂയിഡ് സിസ്റ്റത്തിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് എന്താ വെച്ചാൽ ബ്ലഡ് ഫ്ലോ അവർക്ക് ഒരിക്കലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻ വരേക്കും ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആയിരിക്കും. അതേപോലെ അവർ ഡീഹൈഡ്രേറ്റഡ് ആയാൽ പോലും ഈ ബ്ലഡിൻ്റെ ഫ്ലോനെ ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം അത്രയും സമയം വരെ അവർ ബാക്കിയുള്ള ഫ്ലൂയിഡ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് മാത്രമാണ് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അവർ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ക്യാമൽസിനെ ഡെസേർട്ടിൽ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നേച്ചർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻസ് അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണണം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു നല്ല വീഡിയോ കാണാം.